ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പം സമയം 9 മണിയായി. നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ കണ്ണൂർ പോവാണ്. കണ്ണൂർ പെരളശ്ശേരി അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി പോവാണ്. കുറേ നാളായിട്ട് അമ്മ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് അച്ഛനെയും കൈയോടെ കിട്ടി. നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ ഇറങ്ങാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് രാവിലെ തിരക്കിൽ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഞാൻ പോകുന്ന വഴി ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ 8 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്കും 9 മണിയായി. നമ്മൾ പോകുന്ന വഴിക്ക് അച്ഛന് ചെറിയ എന്തോ പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ വണ്ടി നിർത്തി. ഇപ്പോൾ വരും, അച്ഛനിപ്പോൾ വരും. ഒരു 10 മിനിറ്റിലെ പരിപാടിയുള്ള അച്ഛന് അവിടെ പോയിട്ട് വരും. നമുക്കിവിടുന്ന് 50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പെരളശ്ശേരി. അമ്മ ആദ്യം നമ്മളവിടെ പോണേ ഒരു ദേവി ടെമ്പിൾ ഉണ്ട്. അത് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ പെരളശ്ശേരി ഇതുവരെ പോയിട്ടില്ല കേട്ടോ. 2 സ്ഥലത്തും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ആ 2 അമ്പലം, ഒന്ന് ഊർപ്പഴച്ചിക്കാവ് ദേവി ടെമ്പിൾ, പിന്നെ ഒന്ന് പെരളശ്ശേരി. 2 ടെമ്പിളും തമ്മിൽ 7 കിലോമീറ്റർ ദൂരെ കാണിക്കണുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ, അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാം, നിങ്ങളെയും കൂടെ കൂട്ടാൻ. റോഡ് ഷൂട്ട് ചെയ്യാൻ ആരുമില്ല, കാരണം ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അച്ഛന് റെസ്റ്റാണ്, ഞായറാഴ്ച അല്ലേ. കൺമണി ഉറക്കമാണ്. കൺമണിൻ്റെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. കൺമണി അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് പോകുമ്പോഴൊക്കെ റെഡിയാവുന്നതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഭയങ്കര ഉറക്കം അധികമായതുകൊണ്ട് തന്നെ എഴുന്നേക്കാൻ ലേറ്റായി. എല്ലാം പടപടാന്നായിരുന്നു എഴുന്നേറ്റിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് കാണാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിർത്തുകയാണെങ്കിൽ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നേരെ അമ്പലത്തിൽ പോയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ശ്രീ ഊർപ്പഴച്ചിക്കാവ് ക്ഷേത്രം. നമ്മൾ ആദ്യമായിട്ട് വരുവാണ് കേട്ടോ ഇവിടെ. ഇവിടെ കണ്ണൂരിൻ്റെ ഡ്രസ് ചേഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. കണ്ണൂരിന് അച്ഛനൊരു പകുതി കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണൂരിൽ നിന്ന് 12 കിലോമീറ്റർ ഉണ്ട് ഊർപ്പഴച്ചിക്കാവ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നപ്പോൾ കണ്ണൂർ ആസ്ട്രം മിംസ് ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് നമുക്കൊരു ലെഫ്റ്റ് റോഡിലാണ് കേട്ടോ. ആ റോഡിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടുന്ന്, അതായത് ഹൈവേ നിന്ന് തലശ്ശേരി റോഡിൽ ആസ്ട്രം മിംസ് ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ദൂരം വരണം. അവിടുന്ന് ഒരു 4 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ 4-5 കിലോമീറ്റർ ഉണ്ട്. ആസ്ട്രം മിംസ് അടുത്ത് 5 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് മുന്നോട്ട് വരുമ്പോൾ നമുക്കൊരു ലെഫ്റ്റ് റോഡ് കാണും. പക്ഷേ ആ റോഡിൽ ഒരു പ്രത്യേകിച്ച് ബോർഡും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. ആ റോഡിൽ 350 മീറ്റേഴ്സേ ഉള്ളൂ, വളരെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു ഹൈവേയിൽ. അപ്പോൾ അമ്മ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ വേറൊരു റോഡാണ് കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മളിങ്ങനെ പെട്ടെന്നൊരു നല്ലൊരു വൈഡായിട്ടുള്ള റോഡ് കണ്ടു. ഞാൻ പെട്ടെന്നൊരു ലെഫ്റ്റ് എടുത്ത് നോക്കുമ്പോഴേക്കും അവിടെ ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബോർഡ് നോക്കി വന്നു. അവിടെ നിന്ന് 350 മീറ്ററേ ഉള്ളൂ. ഇവിടെ വലിയൊരു കുളമുണ്ട് കേട്ടോ. നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പോവാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ, ഇങ്ങനെ ഓടൊക്കെ വെച്ചിട്ട്. നമുക്ക് ഇവിടുന്ന് നല്ലൊരു പായസം തന്നോട്ടെ. പായസം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ശരിക്കും 3 പ്രതിഷ്ഠകളാണ് കേട്ടോ. അതായത് ഒന്ന് വേട്ടയ്ക്കൊരു മകനുണ്ട്, പിന്നെ ഒരു ദേവിയുണ്ട്, പിന്നെ മുകളിലൊരു മേൽക്കോട്ടം എന്നാണ് കേട്ടോ പറയണേ. അപ്പം ഇതിൽ ശിവനും വിഷ്ണുവും 2 ഉണ്ടെന്നാണ് പറയണേ. അപ്പം അവിടെ മുകളിൽ ഒരു മേൽക്കോട്ടം, മുകളിൽ ഹൈറ്റൊന്നുമില്ല, 2 സ്റ്റെപ്പ് കയറണം, അത്രേ ഉള്ളൂ. അവിടെ സ്ത്രീകൾക്ക് ഈ ഒരു ടൈമിൽ പ്രവേശനമില്ല. 10 മണി വരെ പ്രവേശനമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വെള്ളാട്ടം നടക്കും 12 മണി മുതൽ 12:30 വരെ. 12:30 മുതൽ 1 മണി വരെ. ആ 1 മണിക്ക് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് പ്രവേശനമുണ്ട്. ആണുങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കയറാം. പിന്നെ വൈകുന്നേരം ദീപാരാധനയുടെ സമയത്ത് അവിടെ പ്രവേശനമുള്ളൂ. അപ്പം നമ്മൾ എത്തിയപ്പോഴേക്കും 11:30ആയി. അപ്പോൾ ഇപ്പം നമുക്ക് ടൈമില്ല. അപ്പം നമ്മൾ വിചാരിച്ചു അകത്ത് കയറി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വന്നു. ഇവിടെ 1 മണിയാകുമ്പോഴേക്ക് എത്തണം. നമ്മളൊന്ന് പെരളശ്ശേരി പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. തിന്നട്ടെ. നമ്മൾ പെരളശ്ശേരി അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്ക് കാണുന്നുണ്ട്. കാരണം നമുക്ക് തിരിച്ച് ഇവിടെ 12:30 ഇത് ക്ലോസ് ചെയ്യുന്ന പറയണം. അപ്പം ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് തിരിച്ച് ആ അമ്പലത്തിലേക്ക് പോവുകയും വേണം.
അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 14 മിനിറ്റേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് എത്താം നമുക്ക്. നമ്മൾ ജസ്റ്റ് അമ്പലത്തിൻ്റെ നടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂന് അവൾ ആഗ്രഹിച്ച 2 സാധനങ്ങൾ കിട്ടി. കണ്ണ് എന്തൊക്കെ കയ്യിലേ കാണിച്ചേ? കണ്ണിനൊരു ബാഗും ഒരു ടോർച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു. അത് രണ്ടും കണ്ണിന് കിട്ടി. കുട്ടികളെയും കൊണ്ട് വരുന്നവർ കുട്ടികളുടെ കണ്ണ് പൊത്തിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ, കാരണം അത്രയും ചന്തകളും കടകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് കേട്ടോ പെരളശ്ശേരി അമ്പലത്തിലെ ആ വൈറലായിട്ടുള്ള കുളം. ഇവിടെ വെച്ച് നടന്ന കുറേ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ആ ഭംഗിയുള്ള കുളം. വെള്ളം കുറവാണ്. ഭയങ്കര വെയിലാണ് കേട്ടോ. ഈ അമ്പലങ്ങളിലൊക്കെ വരേണ്ട ഒരു റോങ് ടൈമാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം ഉണ്ടല്ലോ, കാരണം ഈ ഒരു സമയത്തൊക്കെ നമുക്ക് പ്രദക്ഷിണം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നിവിടെ കല്യാണമുണ്ട്, ഭയങ്കര തിരക്കാണ്, സൺഡേ അല്ലേ. ഇതാണ് കേട്ടോ, അതാ നമ്മൾ കുളത്തിൻ്റെ അടുത്തെത്തി. പക്ഷെ ഭയങ്കര വെയിൽ, ഒരിഞ്ഞ വെയിലാണ്. ഇവിടെ നമുക്ക് മീൻ കാണാം. കണ്ട എത്ര മീനാ! ബാഗും ടോർച്ചെല്ലാം എടുത്തിട്ട് വന്നു. എവിടെ വന്നു? ഇങ്ങോട്ട് നോക്കണോ? കണ്ണോ ഇങ്ങോട്ട് നോക്കിയേ. ഇത് എങ്ങനെ ബാഗ് ഇങ്ങനെ ഇട്ടിന് കണ്ണു? നമ്മൾ തിരിച്ച് ആദ്യം വന്ന അതേ അമ്പലത്തിലേക്ക് എത്തി. ആദ്യം വന്ന തമ്പാച്ചിൻ്റെ അടുത്ത് എത്തിയില്ലേ? ഈ ബാഗ് ഇതാരാ ഇങ്ങനെ ഇടാൻ പഠിപ്പിച്ചു നീ? സമയം 1:30 നമ്മൾ നമ്മുടെ ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യില്ല. ഞാൻ ഇന്നത്തെ ഫുൾ ഡേ കാണിക്കും കേട്ടോ, കാരണം നമ്മുടെ നാട്ടിലെ പൂരക്കളി കാണാൻ പോകുന്നുണ്ട് നമ്മളിന്ന്. അപ്പം പൂരക്കളിയൊന്നും കാണാത്തവർക്ക് ഞാൻ പൂരക്കളിയും കൂടി ഇതിൽ കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഇവിടെ ശനിയാഴ്ച മാത്രമേ ഉച്ചയൂണുള്ളൂ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച അല്ലേ, ഇന്ന് നമുക്ക് ഊണില്ല. പുറത്തുനിന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു കേട്ടോ. അവിടെ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ കണ്ണൂരിൽ നിന്ന് പയ്യന്നൂർ വരുന്ന വഴിക്കൊരു ഗോൾഡൻ ഗ്രെയിൻസ് പറഞ്ഞ ഹോട്ടലാണ്, അവിടെ നിന്ന് കഴിച്ചു. ബിരിയാണി കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സമയം 3:40 നമുക്കൊരു 5 മണിയാകുമ്പോൾ വീണ്ടും പോകണം അമ്മയുടെ നാട്ടിലേക്ക്. കുറച്ച് സമയം കൺമണി റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. വീടെത്തി. ഞാൻ കുറച്ച് സമയം വന്നിട്ട് ഉറങ്ങി കേട്ടോ. എന്നിട്ട് എഴുന്നേറ്റ് ഇപ്പോൾ സമയം 6 മണിയായി. എൻ്റെ അമ്മേൻ്റെ തെയ്യമൊക്കെ നടക്കുന്ന അമ്മേൻ്റെ കുടുംബക്ഷേത്രമാണ് കേട്ടോ ഇത്. നമ്മൾ അവിടുത്തെ കുറച്ച് എണ്ണയൊക്കെ വാങ്ങിച്ചു വന്നു. ഇതൊക്കെ കൊടുത്തിട്ട് വരാം. നമ്മൾ അമ്മയുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോകേണ്ടത്. ഇത് അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അറയാണ് കേട്ടോ. ഇവിടെ പൂരക്കളി നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പൂരക്കളി കാണിച്ചു തരാം. അതിൻ്റെ പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. പൂരക്കളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ കലോത്സവത്തിനൊക്കെ ഒരു ഐറ്റമാണ് പൂരക്കളി. നമ്മൾ ദഫ്മുട്ടും കോൽക്കളിയൊക്കെ പോലെ പൂരക്കളി ഒരു ഐറ്റമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പൂരം എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ട് നമ്മുടെ വിഷുവിന് മുന്നേ. അത് ശരിക്കും മീനമാസത്തിലാണ്. നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ പൂവിടുന്ന ഒരു ഇതാണ്. ആ ഒരു പൂവ് തന്നെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പൂവാണ് കേട്ടോ. അത് പീരിയഡ്സൊക്കെ ആവുന്നതിന് മുന്നേ ഉള്ള കുട്ടികൾ, കുഞ്ഞു മക്കൾ അങ്ങനെ ചെയ്യും. ഞാനൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു ഓർമ്മയുണ്ട് അതൊക്കെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ പൂരമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ പൂരക്കളി. പിന്നെ ഈ പൂരക്കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സാണ് കേട്ടോ. അതായത് ചെറിയ കുട്ടികൾ മുതൽ വയസ്സായിട്ടുള്ളവർ വരെ പൂരക്കളി കളിക്കും. ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയാണ് കേട്ടോ ഈ പൂരം സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ പൂരക്കളി കളിക്കുക.
അപ്പം ഇന്ന് വേറെ അമ്പലത്തിലെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അമ്പലം എന്നല്ല, ഭഗവതി സ്ഥാനങ്ങളുണ്ടല്ലോ, കഴകം അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ അവിടങ്ങളിൽ മാത്രമേ പൂരക്കളി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വേറെ അമ്പലങ്ങൾ, വേറെ കഴകങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ഇവിടുത്തെ ആൾക്കാർ വേറെ കഴകങ്ങളിൽ പോവും. അങ്ങനെയൊക്കെ ഒരു 2 ടീംസായിട്ടൊക്കെ കളിക്കും കേട്ടോ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം. അമ്മ ആര് ഫോണിൽ വിളിക്കുക, അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാം അവിടെ. ഇതിപ്പം 2 ടീമാണ് കേട്ടോ. ഇപ്പം കളിച്ചത് നമ്മുടെ നാട്ടുകാരായിരുന്നു. അവർ കഴിഞ്ഞിട്ട് ഇത് വേറെ കഴകത്തിലെ ആൾക്കാർ കളിക്കാൻ പോവാണ്. ഇതൊരു ചെറിയൊരു കോമ്പറ്റീഷൻ പോലെയാണ് കേട്ടോ. അപ്പം ഇത് മത്സരം നമ്മൾ പൂരക്കളിയൊക്കെ കണ്ടിട്ട് ജസ്റ്റ് വീട്ടിലെത്തിയിട്ടോ. ഇന്നത്തെ ഒരു ദിവസം മൊത്തം അമ്പലങ്ങളായിരുന്നു. പെരളശ്ശേരിയിൽ നമുക്ക് സുബ്രഹ്മണ്യൻ അമ്പലത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവിടുത്തെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അതിന് തൊട്ടടുത്ത് തന്നെയാണെന്ന് പിന്നെ വേറൊരാൾ പറഞ്ഞു. നമ്മൾ ആദ്യം പോയ അമ്പലം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നമുക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് തിരിച്ചവിടെ എത്തണമായിരുന്നു. അപ്പോൾ അതൊരു 1 മണി, അതെനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി കൂടുതലായിരുന്നു. അതായത് അവർ പറയായിരുന്നു ഒരു വെള്ളാട്ടം ഉണ്ട്, അത് 12:30 സ്റ്റാർട്ടാവും, 1 മണി വരെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ലേഡീസിന് ആ ഒരു ഏരിയയിലേക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് അവിടെ നിന്നിട്ടൊക്കെ കാണാം. അതൊരു 4 സ്റ്റെപ്പ് കയറിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അമ്പലം എന്നല്ല, ചെറിയൊരു അറ പോലെ. അതിന് മുന്നിൽ നിന്ന് നമ്മുടെ നാട്ടിലെ തെയ്യങ്ങൾ പോലെ ഒരുപാട് ഇങ്ങനെ ആക്റ്റീവായിട്ട് കളിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ ഒരു ശാന്ത സ്വഭാവമുള്ളൊരു വെള്ളാട്ടം പോലെ ചുറ്റും നടക്കും. നമ്മളോടൊക്കെ ഇങ്ങനെ ദൂരത്തുനിന്ന് സംസാരിക്കും. ആണുങ്ങളപ്പോൾ നമ്മുടെ പുരുഷന്മാർക്കപ്പോൾ മുകളിൽ തന്നെ നിൽക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസ് ആയിരുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത് കാണണം. അപ്പോൾ പെരളശ്ശേരി നമുക്ക് ഒരു കുറച്ച് സമയത്തിനകത്ത് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി. പെരളശ്ശേരിയിലും ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ജസ്റ്റ് അവിടെ പോയി ഓടി തിരിച്ച് ഇവിടത്തേക്ക് തന്നെ എത്തി. പക്ഷെ നല്ലൊരു അമ്പലമാണ് കേട്ടോ. ആരെങ്കിലും കണ്ണൂർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഊർപ്പഴച്ചിക്കാവ് ഭഗവതി ടെമ്പിൾ നിങ്ങൾ എന്തായാലും പോയി കാണണം. ബാക്കിയൊക്കെ ഫേമസ് ടെമ്പിൾസ് അല്ലേ. ഇപ്പം പെരളശ്ശേരി ആണെങ്കിലും അതൊക്കെ, പറശ്ശിനിക്കടവാണെങ്കിലും അതൊക്കെ കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് കേട്ടിട്ടുണ്ടാവും. ഈ ഒരു അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ വൈബാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. നമുക്കൊരിക്കലും ഒരു ക്ഷീണമോ കാര്യങ്ങളൊന്നും തോന്നില്ല. നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് അവിടെ. നമുക്കിങ്ങനെ ഇരിക്കാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനാണെങ്കിലും നല്ലൊരു സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ അവിടെ സാറ്റർഡേ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. സാറ്റർഡേ അവിടെ ഉച്ചയൂണുണ്ട്. അപ്പം സാറ്റർഡേ ആണെങ്കിൽ പോകുന്നവർക്ക് കുറച്ചുകൂടെ ഫുഡൊക്കെ കഴിക്കാം, പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും. ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ കാര്യങ്ങൾ. ഇന്നത്തെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെ ചെയ്യാനാണ് കേട്ടോ വിചാരിച്ചത്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സൺഡേ അച്ഛനും ഉണ്ടായിരുന്നു. അപ്പം വീട്ടിലെന്തൊക്കെയാണ് പരിപാടി,
നമ്മൾ സൺഡേസ് വീട്ടിലിരിക്കാറില്ല സാധാരണ, ഇങ്ങനെ എന്നും കറങ്ങി നടക്കൽ തന്നെയാണ്. അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ പ്ലാൻ ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്നും പറഞ്ഞതൊക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.